റോഡിലിറങ്ങിയപ്പോൾ ഒരു മ്യൂസിക്. ചെന്ന് നോക്കിയപ്പോൾ നെച്ചവൻ പോലെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ഒരു 1 ഡേ പ്രോഗ്രാമായിരുന്നു ഒരു സ്പീഡ് ബോട്ടിൽ 3 ദ്വീപുകൾ പോയി കാണുക എന്നുള്ളത്. അങ്ങനെ ബുക്ക് ചെയ്ത ആ ഓഫീസിൽ നിന്നും അവർ തന്നെ അവരുടെ വണ്ടി വിട്ടു. റൂമിൽ നിന്നും ഞങ്ങളെ പിക്ക് ചെയ്തു. ഞങ്ങളെ വണ്ടിയിൽ കയറി പോവുകയാണ്. കുറേ ദൂരം യാത്ര ചെയ്തു. ഏകദേശം 1 മണിക്കൂറായി, ഇപ്പോഴും എത്തിയിട്ടില്ല. പോകുന്ന വഴി നല്ല പാട്ടും പാടും കേട്ടപ്പോൾ നോക്കി. അപ്പോൾ അവിടെ ഒരു കല്യാണം നടക്കുകയാണ്. വീട്ടിൽ തന്നെ വെച്ചാണ് കല്യാണം. ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പരിപാടിക്ക് നേരം വൈകുന്ന വിചാരിച്ച് ഞങ്ങൾ വണ്ടിയിൽ തന്നെ നേരെ പുറപ്പെട്ടു. ഏകദേശം 1.5 മണിക്കൂർ യാത്ര കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ബുക്ക് ചെയ്ത് അവരുടെ ഓഫീസിലെത്തിയത്. അവർ ഞങ്ങളെയും കൊണ്ട് ബോട്ടിൽ കയറാൻ നടത്തം തുടങ്ങി. പൈസക്കാണേ ചാടാനേ. സ്പീഡ് ബോട്ട് യാത്രയുടെ പൂതി ഇതോടെ തീർന്നു. സ്പീഡെന്ന് പറഞ്ഞ വല്ലാത്തൊരു സ്പീഡ്. ബോട്ട് കിടന്ന് ചാടി കളിക്കണം. മൊബൈലൊന്നും ശരിക്കും പിടിക്കാൻ വയ്യ. ബോട്ട് ഉയർന്ന് പൊങ്ങി താന്ന് ചാടി ചാടി പോകുന്നു. 1.5 മണിക്കൂർ യാത്രയുണ്ട് ഒരു ദ്വീപിലേക്ക്. ആദ്യം പോകുന്ന ദ്വീപിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ കുറേ ബോട്ടുകളുണ്ട്. ഈ മലകൾക്ക് നടുവിലൂടെ ബോട്ട് വട്ടം ചുറ്റി 2 റൗണ്ട് വട്ടം ചുറ്റി അങ്ങനെ അങ്ങ് പോരും. സംഭവം അടിപൊളിയായിരുന്നു.
1.5 മണിക്കൂറിലധികം യാത്ര ചെയ്ത് ഞങ്ങൾ ആദ്യത്തെ ദ്വീപിൽ ഇറങ്ങി. ഇനി ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത ദ്വീപിലേക്ക് പോവാൻ വീണ്ടും ഈ ബോട്ടിൽ തന്നെ കയറണം.